രാത്രി ഒരു 8 മണിയായപ്പോൾ അനിയൻ്റെ വിളിച്ചാട്ടാ വാ പുറത്ത് പോകാൻ നമുക്ക് ഫുഡ് അടിച്ചിട്ട് വരാം. അങ്ങനെയുള്ള പോക്കാട്ടാ. ഞാനങ്ങനെ തറവാട്ടിലെത്തിയപ്പോൾ ആൾ സെറ്റായി നിൽക്കുന്നുണ്ട്. ഞാൻ ആദ്യം പോയി ATM വിളിക്കാം. അവൻ്റെ അക്കൗണ്ടിൽ അത്യാവശ്യം ബാലൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ATM നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾ പുതിയൊരു ഫുഡ് സ്പോട്ട് കണ്ടത്. നേരെ ചേട്ടനും ചേട്ടത്തിനും വിളിച്ചു. അവരൊരു 9 മണിയാകുമ്പോൾ എത്താന്നാട്ടാ പറഞ്ഞു. ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു. പിന്നെ ഞാൻ 2 ബൂസ്റ്റ് അടിക്കാന്ന് വെച്ചു. അങ്ങനെ അതും കുടിച്ച് കുറച്ച് നേരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നുട്ടാ. അപ്പോൾ അവരെ കാണാനില്ല. അങ്ങനെ ഒരു 9-9:15 ആകുമ്പോഴേക്കും അവരെത്തി. ഇതാണ് കേട്ടോ ഫുഡ് സ്പോട്ട്. എനിക്കിത് കാണുമ്പോഴേ ഈ കല്യാണ വീടൊക്കെ പോലെ തോന്നണേട്ടാ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടാ. ഉള്ളിലൊക്കെ വൻ സെറ്റപ്പാട്ടാ. ഇതിപ്പോൾ തുടങ്ങിയിട്ടൊന്നും അധികം നാളായിട്ടില്ല, കുറച്ച് നാളായിട്ടുള്ളൂ പറഞ്ഞു. ഇതിൻ്റെ ഉള്ളിൽ നല്ല സ്ഥലം ഉണ്ട് കേട്ടോ. നല്ല സ്പേഷ്യസ് ആണ് ഇവിടെ. ഞങ്ങളങ്ങനെ ഇരിക്കുമ്പോൾ കേട്ടോ അവൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചേട്ടാ ഫുഡ് അടിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ട്. ഇനി ഇവിടുന്ന് ഫുഡ് അടിച്ചിട്ട് വീട്ടിൽ ഫുഡ് അടിക്കണം. ചേട്ടൻ പറഞ്ഞത് ഇതാണ് കേട്ടോ, ഒരു കോഴി പെരട്ടാണ് കേട്ടോ അത്. എനിക്ക് ഈ കൊള്ളിയും ബീഫാണ് കേട്ടോ പറഞ്ഞത്. അവൻ പറഞ്ഞത് ആലപ്പി ചിക്കൻ കറി, അതിൻ്റെ ഒപ്പം ചപ്പാത്തിയായിട്ട് പറഞ്ഞത്. പിന്നെ ചേട്ടത്തി പറഞ്ഞത് കൊള്ളിയാണ്. പിന്നെ ഞാൻ ആ ഫുഡ് ഫുള്ളും കഴിച്ചില്ല, കുറച്ച് ഞാൻ ബാക്കി വെച്ചു. അപ്പോൾ അവൻ എൻ്റെ പ്ലേറ്റ് എടുത്ത് അവന് വെച്ചു, അവൻ്റെ പ്ലേറ്റ് എടുത്ത് എനിക്ക് വെച്ചിട്ട് അവൻ പടച്ചു. ഞങ്ങൾ ഈ ഭക്ഷണം കഴിച്ചൊക്കെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവർ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. ഞാനത് പോണ നേരത്തെ ഓണാക്കിയിട്ട് പോകുന്നുട്ടാ. ഞങ്ങളാണെങ്കിൽ സംസാരിച്ചിരുന്നപ്പോൾ നേരം പോയി അറിഞ്ഞില്ല. അവനങ്ങനെ തറവാട്ടിലാക്കി ഞാൻ വീട്ടിൽ പോയി. അപ്പോൾ കേട്ടാ.